നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ഡി എ അഥവാ ഡിയർനെസ് അലവൻസ് അല്ലെങ്കിൽ ഡിയർനെസ് റിലീഫ് എന്നിവയെക്കുറിച്ചാണ്. നമുക്കറിയാം, ശരിക്കു പറഞ്ഞാൽ ഈ കാത്തിരുന്ന ഡി എ പ്രഖ്യാപനം ഉത്തരവായിട്ട് ഇറങ്ങി എന്ന സന്തോഷ വാർത്തയാണ് പറയാനുള്ളത്. അത് ജീവനക്കാരെ സംബന്ധിച്ചായാലും പെൻഷൻകാരെ സംബന്ധിച്ചിടത്തായാലും വളരെ സന്തോഷപ്രദമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത് അന്ന് പറഞ്ഞിരുന്നത് 3% ഡി എ ഫെബ്രുവരി മാസത്തിലെ ശമ്പളത്തിലും ബാക്കി 10% ഡി എ മാർച്ച് മാസത്തിലെ ശമ്പളത്തിലും നൽകും എന്നായിരുന്നു ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണത്. അങ്ങനെയൊക്കെ ആണെങ്കിലും മുഴുവൻ ഡി എയും ഇങ്ങനെ 10% എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, ബാക്കി ഡി എ എന്നൊക്കെ ആയിരുന്നു ബഡ്ജറ്റിലെ വാചകം. എങ്കിലും മുഴുവൻ ഡി എയും തരുമോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. അത് സത്യമാണ്. കുറച്ച് ഡി എ പേ റിവിഷൻ വരുമ്പോൾ അതിൽ ലയിപ്പിച്ച് പേ റിവിഷൻ തരുമ്പോൾ മാത്രമേ അനുവദിക്കുകയുള്ളൂ എന്ന ആശങ്കയുണ്ടായിരുന്നു. എന്തായാലും അതുണ്ടായില്ല. തികച്ചും സ്വാഗതാർഹമായിട്ടുള്ള ഒരു സമീപനവും ഉത്തരവുമാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോ ഈ ഡി എയോടുകൂടി 1/7/2025 വരെയുള്ള, അതായത് 2025 ജൂലൈ 1 വരെയുള്ള എല്ലാ ഡി എയും, അരിയറ് പിന്നെ പറയാം, പൂർണ്ണമായിട്ട് തന്നു കഴിഞ്ഞു. ജനുവരി 1 മുതൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഡ്യൂ വന്നിട്ടില്ല. അപ്പോ ഇത് ഇപ്പോ അത് പറഞ്ഞതനുസരിച്ച് പറഞ്ഞാല് ഇപ്പോ ഡി എ കുടിശ്ശിക ഇനത്തില് ഗഡുക്കള് കുടിശ്ശിക ഇല്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോ 22% ഡി എ ആണ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒക്കെ ഇപ്പൊ നിലവിലുള്ളത്. ഈ 3% ഡി എ ഇപ്പോ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തില് അല്ലെങ്കിൽ മാർച്ചിലത്തെ പെൻഷനിൽ കൊടുക്കാൻ ഉത്തരവായിട്ടുണ്ട്. അത് ഉത്തരവ് നേരത്തെ വന്നു കഴിഞ്ഞതാണ്. ഇന്ന്, അതായത് 20-ാം തീയതി, ബാക്കി 10% ഡി എ അല്ലെങ്കിൽ ഡിയർനെസ് റിലീഫ്, ഡി ആർ, പെൻഷൻകാർക്കുള്ള ഡി ആർ ആണ്, മാർച്ച് മാസത്തെ ശമ്പളത്തിൽ ഏപ്രിൽ മാസത്തെ പെൻഷനിൽ നൽകാൻ വേണ്ടി ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് നമ്പർ എന്ന് പറയുന്നത് GOP നമ്പർ 27/2026, ഫിൻ ഡേറ്റ് 20/2/2026. അപ്പോ ഇത് ഇപ്പോ എല്ലാ ഉത്തരവുകളും ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. 3% ഈ ഫെബ്രുവരി മാസത്തെ ശമ്പളത്തിലും മാർച്ച് ആദ്യം കിട്ടുന്ന പെൻഷനിലും കിട്ടും. ബാക്കി 10% മാർച്ച് മാസത്തെ സാലറിയിൽ തരും എന്നാണ് ഈ പുതിയ ഉത്തരവിൽ വന്നിട്ടുള്ളത്. അപ്പൊ അത് ഡി എ പറഞ്ഞിരിക്കുന്നത്, ഡി എ ആർക്കൊക്കെയാണ് ഈ ഡി എ എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ്, ഡി എ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ്, ടീച്ചേഴ്സ്, സ്റ്റാഫ് ഓഫ് എയ്ഡഡ് സ്കൂൾസ്, പ്രൈവറ്റ് കോളേജ് ആൻഡ് പോളിടെക്നിക്, ഫുൾ ടൈം കണ്ടിജന്റ് എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ഓഫ് ലോക്കൽ ഗവൺമെന്റ്സ്, അതായത് പഞ്ചായത്ത്, പാർട്ട് ടൈം ടീച്ചേഴ്സ്, പാർട്ട് ടൈം എംപ്ലോയീസ്, അതാണ് കണ്ടിജന്റ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഈ വിഭാഗങ്ങൾക്കൊക്കെ തന്നെ ഈ ഡി എ എൻഹാൻസ്ഡ് ഡി എ ലഭിക്കും. അങ്ങനെ ഡി എ നിലവിൽ മാർച്ച് 1 മുതൽ ഡി എ 35% വർദ്ധിക്കും. ഇപ്പൊ നമുക്ക് 22 കിട്ടുന്നത്. ഫെബ്രുവരി 1 മുതൽ അത് 25% മാർച്ച് 1 മുതലാണ് അതിന്റെ എഫക്റ്റ്. മാർച്ചിലെ സാലറി എന്ന് പറയുന്നത് മാർച്ച് 1 മുതൽ ലഭിക്കുന്ന സാലറിയാണ്. അത് 35% വർദ്ധിക്കും. ഇനി ഡിയർനെസ് റിലീഫ്, അത് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ക്ഷാമാശ്വാസമാണ്. ആ ക്ഷാമാശ്വാസം ആർക്കൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ്, ഫാമിലി പെൻഷനേഴ്സ്, എസ്ഗ്രേഷ്യ പെൻഷനേഴ്സ്, ഈ 3 വിഭാഗങ്ങൾക്കാണ് നമ്മൾ ഈ ഡിയർനെസ് റിലീഫ് കിട്ടുന്നത്. അപ്പോൾ ഡി എ എന്ന് പറഞ്ഞാലും ഡി ആർ എന്ന് പറഞ്ഞാലും ഒരേ പെർസെൻറ്റേജ് ആണ് കിട്ടുന്നത്. അത് തമ്മിൽ മാറ്റമില്ല. ഈ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ഒക്കെ മാറ്റമുള്ളൂ. അത് ജീവനക്കാരാണെങ്കിൽ, നിലവിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ
ഡിയർനെസ് അലവൻസ് എന്ന് പറയും, അഥവാ ക്ഷാമബത്ത എന്ന് പറയും. എന്നാൽ പെൻഷൻ വിഭാഗത്തിലേക്ക് വരുമ്പോൾ അത് DR ആകും, അല്ലെങ്കിൽ ഡിയർനെസ് റിലീഫായി മാറുന്നു. ഇത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പൊ ഇതില് ഏത് മാസം മുതലാണ് കിട്ടുക എന്ന് പറയുമ്പോൾ DA സംബന്ധിച്ച് പറയുമ്പോൾ ആ വാചകം ഇതാണ്: DA അറ്റ് ദ എൻഹാൻസ്ഡ് റേറ്റ് ഷാൽ ബി ഡിസ്ബേഴ്സ്ഡ് എലോങ് വിത്ത് ദ സാലറി ഡ്യൂ ഫോർ ദ മന്ത് ഓഫ് മാർച്ച് 2026. ദാറ്റ് ഈസ് സാലറി ഡിസ്ബേഴ്സ്ഡ് ഇൻ ഏപ്രിൽ 2026. അതായത് മാർച്ചിലെ സാലറിയിലാണ് കൊടുക്കുക, അത് ദാറ്റ് ഈസ് സാലറി ഡിസ്ബേഴ്സ്ഡ് ഇൻ ഏപ്രിൽ 2020. നമുക്കറിയാം മാർച്ച് 31 വരെയുള്ള സാലറി കൊടുക്കുന്നത് ഏപ്രിൽ 1-ാം തീയതി മുതലാണ്. അപ്പോൾ ഏപ്രിൽ കൊടുക്കുന്ന മാർച്ചിലെ ശമ്പളത്തിലാണ് ഈ 35% DA ആയിട്ട് വർദ്ധിക്കുന്നത്. എന്നാൽ DRന്റെ കാര്യത്തിൽ വരുമ്പോൾ DR അറ്റ് ദ എൻഹാൻസ്ഡ് റേറ്റ് ഷാൽ ബി ഡിസ്ബേഴ്സ്ഡ് എലോങ് വിത്ത് ദ പെൻഷൻ ഡ്യൂ ഫോർ ദ മന്ത് ഓഫ് 2026 ഏപ്രിൽ. ഇപ്പൊ പെൻഷൻ എന്ന് പറഞ്ഞ് പെൻഷൻകാർക്ക് എപ്പോഴാ ബാധകം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തെ പെൻഷനിലാണ് ഇത് ബാധകമാകുക. ദാറ്റ് ഈസ് പെൻഷൻ ഡിസ്ബേഴ്സ്ഡ് ഇൻ ഏപ്രിൽ 2026. ഇപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മുൻകൂറാണ് പെൻഷൻ കൊടുക്കുക. ശമ്പളക്കാരെ സംബന്ധിച്ചിടത്തോളം മാസം കഴിഞ്ഞിട്ടാണ് ശമ്പളം കൊടുക്കുക. ഇപ്പൊ മാർച്ച് മാസത്തെ ശമ്പളം കൊടുക്കുന്നത് മാർച്ച് 31-ന് ശേഷമാണ്. എന്നാൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ മാസം ആദ്യമാണ് കൊടുക്കുക, മുൻകൂറാണ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ രണ്ട് കൂട്ടർക്കും, പെൻഷൻകാർക്കും സാലറിക്കാർക്കും ഏപ്രിൽ 1 മുതൽ കിട്ടുന്നു എന്ന് പറയുമ്പോഴും ടെക്നിക്കലി പറയുമ്പോൾ പെൻഷൻകാർക്ക് ഒരു മാസം പുറകോട്ട് പോയി എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. കാരണം പെൻഷൻകാർക്ക് മുൻകൂർ കൊടുക്കുകയാണ് ചെയ്യുന്നത്, സാധാരണഗതിയിൽ കൊടുക്കേണ്ടത്. ആ പെൻഷൻ ഏപ്രിൽ മാസത്തെ പെൻഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മാർച്ച് മാസത്തെ സാലറിയിൽ ജീവനക്കാർക്ക് കൊടുക്കുമ്പോൾ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഏപ്രിൽ മാസത്തെ പെൻഷനില്ല കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒരു മാസത്തെ അവിടെ ഉണ്ട്. എന്നാലും കയ്യിൽ കിട്ടുന്നത് തുല്യമായിട്ടുള്ള നിലയിലാണ്. അപ്പോൾ എന്ത് തന്നെ പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പെൻഷൻ യൂണിയൻകാർ, ഈ പെൻഷനേഴ്സ് ആയിട്ടുള്ള യൂണിയൻകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു മാസത്തെ വ്യത്യാസമുണ്ട് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ എപ്പോഴും ഈ നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കായിരിക്കുമല്ലോ ഒരല്പം മുൻതൂക്കം എന്നൊക്കെ പറയേണ്ടിയിരിക്കുന്നു. നമ്മൾ പറയുന്ന പോലെ ഈ ഉപ്പോളം വരുവോ ഉപ്പിലിട്ടത് എന്ന് ചോദിക്കുന്നത് പോലെ ജീവനക്കാരുടെ അത്രയും വരില്ലല്ലോ പെൻഷൻകാർക്കുള്ള ഒരു ക്ലെയിം എന്ന പോലെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞ DA പ്രഖ്യാപനത്തിലൊക്കെയും തന്നെ, ഇതിപ്പോൾ കഴിഞ്ഞ 2-3 DA പ്രഖ്യാപനത്തിലൊക്കെ തന്നെ ഇങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് എന്ന കാര്യം. എങ്കിൽ പോലും ഒരു വലിയ പ്രഖ്യാപനം വന്നപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ നെഗറ്റീവുകളെ ഞാനത് കാര്യമാക്കി എടുക്കുന്നില്ല. പക്ഷെ ഇത് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ഇതിനിടയിൽ ഉണ്ട് എന്ന കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചു മാത്രമേ ഉള്ളുന്നുള്ളൂ. തീർച്ചയായിട്ടും ഒരു വലിയ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാലത്തെ DA ഇങ്ങനെ പെൻഡിങ് ആയി എല്ലാവർക്കും ഒരു എതിർപ്പ് വന്ന ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം, അതായത് മുഴുവനായിട്ടുള്ള കുടിശ്ശിക ആയിട്ടുള്ള കുടിശ്ശികയല്ല ഗഡുക്കൾ മുഴുവൻ തരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ ആശ്വാസകരമാണ്. തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമാണ്. ഇപ്പോൾ ഇതിലും തന്നെ നമുക്ക് പറയാനുള്ള ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ, നമ്മൾ പെൻഷനേഴ്സ് DR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും കമ്മ്യൂട്ടേഷനിൽ നിൽക്കുന്ന ആൾക്കാർ, നമുക്ക് ആദ്യം പെൻഷൻ പറ്റുമ്പോൾ ഉണ്ടായിരുന്ന ബേസിക് പെൻഷന്റെ 35% കൂട്ടേണ്ടത് ഏപ്രിൽ 1 മുതൽ. പെൻഷൻ പറ്റുമ്പോൾ, അല്ലാതെ റെഡ്യൂസ്ഡ് പെൻഷൻ അല്ല, 40% കമ്മ്യൂട്ട് ചെയ്തതിന് ശേഷമുള്ള റെഡ്യൂസ്ഡ് പെൻഷന്റെ 35% അല്ല നമ്മൾ കണക്ക് കൂട്ടേണ്ടത്. നേരത്തെ ഉണ്ടായിരുന്ന അത് 12 വർഷം റിട്ടയർ ചെയ്തിട്ട് 12 വർഷം വരെ ആയവർക്ക് മാത്രമേ അത്തരത്തിലുള്ള കാര്യം ബാധകമാവുള്ളൂ. 12 വർഷത്തിന് ശേഷം വീണ്ടും പഴയ പെൻഷനിലേക്ക് പോവാണ്. അപ്പൊ അത് നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇങ്ങനെയാണ്, ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അത് കണക്ക് കൂട്ടി എടുക്കേണ്ടത്. കമ്മ്യൂട്ടേഷന് മുമ്പുള്ള പെൻഷന്റെ ആണ് 35% DA കണക്ക് കൂട്ടേണ്ടത്, റെഡ്യൂസ്ഡ് പെൻഷന്റെ അല്ല. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഉള്ള ഇത്രയും കാര്യങ്ങൾ, ഗഡുക്കളൊക്കെ പൂർണ്ണമായി 1/7/2025 വരെയുള്ള ഗഡുക്കൾ പൂർണ്ണമായി. പക്ഷേ നമുക്ക്
അരിയേഴ്സ് ഉണ്ട്, കുടിശ്ശികകൾ. ഇപ്പോൾ ഞാനത് എത്രയാന്ന് കണക്ക് കൂട്ടിയിട്ടില്ല. കുറെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും പറഞ്ഞ് 286 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്ന. അരിയർ നമുക്ക് ഇതിൽ കിട്ടാനുണ്ട്. ഗഡുക്കളുടെ കുടിശ്ശിക ഇല്ലാതായി, പക്ഷെ കാലങ്ങളായിട്ട് അരിയേഴ്സ് ഉണ്ട്. അതില് ഈ ഉത്തരവിന്റെ അവസാനം ഒരു വാചകമുണ്ട്, ആൻ ഓർഡർ വിൽ ബി ഇഷ്യൂഡ് സെപ്പറേറ്റ്ലി റിഗാർഡിംഗ് ദി അരിയേഴ്സ്. അപ്പൊ അരിയറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ, ഒരു ഉത്തരവ് വേറെ ഇറക്കുന്നതാണ് എന്ന് ഒരു വാചകം ഈ ഓർഡറിലുണ്ട്. തീർച്ചയായിട്ടും അതും പ്രതീക്ഷ തരുന്ന ഒന്നാണ്. അങ്ങനെ ഒരു ഉത്തരവ് വന്നാൽ അരിയേഴ്സിന് ഒരു പീരീഡ് കണക്കാക്കി ഇന്ന ഇന്ന പീരീഡുകളിൽ ഇത്ര ഇത്ര അരിയേഴ്സ് കൊടുക്കാം എന്ന ഒരു ഉത്തരവായിരിക്കും ഒരുപക്ഷെ വരികയാണെങ്കിൽ അത് വരിക. അതും സ്വാഗതാർഹമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അരിയറിന്റെ ഉത്തരവ് ഈ കാലക്രമത്തിൽ ഇറങ്ങും, അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മന്ത്രിസഭ ഇലക്ഷന് മുമ്പ്, മന്ത്രിസഭ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ ഈ കുടിശ്ശികയുടെ ഉത്തരവുകൾ ഇറങ്ങിക്കൂടായികയില്ല. ആ ഒരു വാചകം ഉള്ളത് കൊണ്ടാണ് അതിന്. സാധാരണ DA യുടെ ഉത്തരവുകളിൽ ഇങ്ങനെ ഒരു വാചകം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു ഉത്തരവ് വാചകമുണ്ട്, ആൻ ഓർഡർ വിൽ ബി ഇഷ്യൂഡ് സെപ്പറേറ്റ്ലി റിഗാർഡിംഗ് ദ അരിയേഴ്സ്. അതുകൊണ്ട് ആ ഒരു ഉത്തരവ് വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, എന്ത് തന്നെയായാലും ജീവനക്കാരെയും പെൻഷൻകാരെയും അധ്യാപകരെയും ഒക്കെ തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. ആ സന്തോഷം പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.